നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നിങ്ങൾ ഒഫീഷ്യൽ നോട്ടീസ് കണ്ടു കാണും. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സിലബസ് കുറച്ച് മാറ്റമുണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം, ഒരുപാട് മാറ്റങ്ങൾ ഈ IPC CRPC പോലെയുള്ള കാര്യങ്ങൾക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ മെയിൻ സിലബസ് നമുക്ക് ഈ വർഷം പ്രൊവൈഡ് ചെയ്തത്. അതായത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഓൾറെഡി അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത് പറയുന്നത് SI എഴുതാൻ പോകുന്ന ആൾക്കാരോടാണ്. നിങ്ങൾക്ക് പുതിയ ടോപ്പിക്കിനകത്ത് കുറെ മാറ്റങ്ങൾ വരുത്തി IPC CRPC ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് തുടങ്ങിയ കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ പകരം നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ സിലബസ് തന്നെ പഠിച്ചാൽ മതി എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ്. 2022 അടങ്ങിയ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള സിലബസിനകത്ത് 45 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു അല്ലെ. ആ 45 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിനകത്ത് ഒന്നാമത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് 7 മാർക്കിന്. അതിനകത്ത് ഇപ്രാവശ്യം വലിയ മാറ്റമൊന്നുമില്ല. സെയിം സിലബസ് തന്നെയാണ് മെയിൻസിന് വരുന്നത്, 7 മാർക്ക്. ഇത് CRPC പോലെയുള്ള, അതായത് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 5 മാർക്കിന് 1973 താഴോട്ട് കിടപ്പുണ്ടായിരുന്നു. അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, ഇന്ത്യൻ പീനൽ കോഡ് 1860 എന്ന് പറഞ്ഞ IPC പോലെയുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സിലബസ് എന്ന് പറയുന്നത്. ഇപ്രാവശ്യം നമ്മൾ മെയിൻസിന് തന്നപ്പം കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് PSC നമുക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അതായത് സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ട് പാർട്ട് 1 ഒഫൻസ് എഗൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് തുടങ്ങുന്ന ഒരു സെക്ഷൻ ആണ് നമുക്ക് മെയിൻസിന് തന്നിരുന്നത്. അതിന് പകരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പാർട്ട് 1 പാർട്ട് 2, അതായത് IPC CRPC സ്പെഷ്യൽ ടോപ്പിക്കിന്റെ പാർട്ട് 1, 2 എന്നിവയ്ക്ക് യഥാക്രമം IPCയും CRPC എന്നിവയും അടിസ്ഥാനമാക്കിയായിരിക്കും ചോദ്യങ്ങൾ വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ പാർട്ട് 1 പാർട്ട് 2 വരെ എന്താ പഠിക്കേണ്ടത്? നമ്മുടെ പഴയ IPC, കഴിഞ്ഞ പ്രാവശ്യത്തെ IPC CRPCയുടെ ആ സെക്ഷൻ ഉണ്ടല്ലോ, അത് അടിസ്ഥാനമാക്കി പഠിക്കുക. ഇതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്ന പുതിയ നോട്ടീസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മെയ് മാസത്തെ കലണ്ടർ വന്നിട്ടുണ്ട്. മെയ് മാസത്തെ കലണ്ടർ നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, 2 ഫേസ് ഡിഗ്രി ലെവലിന്റെ എക്സാമിന്റെ ഡേറ്റ് ഏപ്രിൽ മാസത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പ്രിലിംസിന്റെ ഏപ്രിൽ 13 തുടങ്ങുന്നു, 27 രണ്ടാമത്തെ സെക്ഷന്. എന്നാൽ ഈ ഒരു മെയ് മാസത്തെ കലണ്ടറിനകത്ത് പ്രിലിംസിനെ പറ്റിയിട്ട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ 2 സ്റ്റേജ് എക്സാമേ മിക്കവാറും പ്രിലിമിനറിക്ക്, ഡിഗ്രി പ്രിലിംസിന് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ഇതുവരെ ഒരു മാസത്തെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അടുത്ത മാസം ഒരു പ്രിലിംസ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 2 സ്റ്റേജ് ഉള്ളെന്ന് അനുമാനത്തിലെത്താം. എങ്കിലും ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, കാരണം അത് PSC ആണ് തീരുമാനിക്കേണ്ടത്. അത് ഒരാൾ എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പ്രാവശ്യം വന്നിട്ടില്ലല്ലോ, എന്തുകൊണ്ടാ വരാത്തെ, 2 സ്റ്റേജേ ഉള്ളൂ എന്ന്. നമുക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാം. ഓക്കെ, അപ്പൊ 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അതുപോലെ SI ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിലും LSDI ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ പ്രിലിംസ് പഠിക്കുന്നതോടൊപ്പം തന്നെ മെയിൻസിന്റെ ടോപ്പിക്കും കൂടെ പഠിച്ചു തുടങ്ങുക. കാരണം വളരെയധികം കുറച്ച് സമയം നമ്മുടെ മുമ്പിലുള്ളൂ. LSDI ആണെങ്കിൽ ഒരു 100 മാർക്കിന്റെ പേപ്പർ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇതുവരെ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത പേപ്പേഴ്സ് ആണ്. അത് പഠിച്ചു തുടങ്ങുക. SI ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കഴിഞ്ഞ വർഷം എഴുതിയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ആദ്യമായി എഴുതാൻ പോകുന്നവര് ഈ 45 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഒരു സൈഡിൽ കൂടെ പഠിച്ചു പോയിക്കോളുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.